വെൽക്കം, ദിസ് ഇസ് കാറ്റ് സെന്റർ പാലക്കാട്. ഇപ്പോൾ നമുക്ക് കുറെ എൻക്വയറീസ് വരുന്നുണ്ട് ആൻസിസിനെ പറ്റിയിട്ട്. മെക്കാനിക്കൽ വളരെ ഇമ്പോർട്ടൻറ്റ് സോഫ്റ്റ്വെയർ ആണ് ആൻസിസ്. അപ്പൊ അതിൽ നമ്മുടെ ഒരു സ്റ്റുഡന്റ് ആണ് അക്ഷയ് എന്നാണ് പേര്. അവൻ ഇപ്പൊ ആൻസിസിൽ നമ്മളൊരു വളരെ ഹൈ ലെവലിൽ ഒരു അനലിറ്റിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അക്ഷയന്റെ അടുത്ത് ചോദിച്ചു നോക്കാം ആൻസിസിനെ പറ്റി എന്തൊക്കെ അറിയാം, ആൻസിസിന് എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ട്. അക്ഷയന്റെ ഫീൽഡ് എയറോ ആണ് തോന്നുന്നു. എയറോ ആണ്. അക്ഷയന് ആൻസിസിനെ പറ്റി എന്തൊക്കെ അറിയാം, അല്ലെങ്കിൽ ആൻസിസ് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് അറിഞ്ഞിട്ടാണോ വന്ന് പഠിക്കാൻ തുടങ്ങിയത്? അതെ, ആൻസസ് ഞാൻ ബേസിക് ലെവലിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്കൂൾ കോളേജ് ടൈമില്. പിന്നെ എനിക്കൊരു അഡ്വാൻസ് ലെവലിൽ പഠിക്കണം എന്ന് ചൂസ് ചെയ്തിട്ടാണ് ഇവിടെ കാറ്റ് സെന്ററിൽ ജോയിൻ ചെയ്തത്. ഓക്കെ. ഇവിടെ നമ്മളിപ്പോൾ എയറോഫോയില് കുറച്ച് ബേസിക് ആയിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്തത്. ഇപ്പോഴാണ് ഒരു അഡ്വാൻസ് വരുമ്പോഴാണ് എനിക്ക് ടഫായി തോന്നുന്നത്. പിന്നെ ഇത് പറഞ്ഞു തരുമ്പോഴാണ് കുറച്ചും കൂടി ഇത് സിമ്പിൾ മെത്തേഡ്സ് ഇനിയും വേറെ ഉണ്ട് എന്ന് എനിക്ക് അറിയാൻ പറ്റിയത്. ഓക്കെ. അപ്പോൾ അക്ഷയ് ഫൈനൽ പ്രൊജക്ട് ആൻസസിൽ എന്തോ വർക്ക് ചെയ്തിട്ട് തോന്നുന്നു. അത് Okay. എന്തായിരുന്നു? ജസ്റ്റ് അതിന് നമ്മളൊരു അഡ്വാൻസ് ലെവലിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ, അതെന്താണ് സംഭവം ഉണ്ടായിരുന്നത്? അത് ജസ്റ്റ് ഒരു ചെറിയ എക്സ്പ്ലനേഷൻ. അതൊരു എയറോഫോയിലിന് നമ്മൾ ജസ്റ്റ് ഒരു ടിപ്പിക്കൽ എയറോഫോയിൽ അല്ല, അതിന് വേറെ ഡിസൈൻ വെച്ചിട്ട് നമ്മൾ വിംഗ്ലെറ്റിലൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കൂളിങ്ങും എല്ലാം ഉണ്ടായിരുന്നു. ഫ്യൂൾ ടാങ്ക് എല്ലാം കണക്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ ആൻസസിൽ അക്ഷയന് എന്തൊക്കെയാണ് ഒരു ഫീഡ്ബാക്ക് ഉള്ളത്, അല്ലെങ്കിൽ ആൻസസ് എങ്ങനെ പഠിച്ചു? ഇപ്പൊ എങ്ങനെയുണ്ട് അക്ഷയന് പണ്ടത്തെക്കാട്ടും എക്സ്പീരിയൻസ് പോലെ ഇപ്പൊ തോന്നുന്നു? കുറച്ചും കൂടി എന്താ ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ. ഇപ്പൊ എന്താണ് ഇപ്പൊ ഡൗട്ട്, ഇപ്പൊ പണ്ട് എനിക്ക് മിനിറ്റ് ഡൗട്ട് ചോദിക്കണമെന്നുണ്ട്. ഇപ്പൊ എനിക്ക് ഇങ്ങനെ ചെയ്താൽ മതി, നമ്മൾ സ്വയമായിട്ട് തന്നെ തീരുമാനം എടുക്കാൻ പറ്റി ഇപ്പൊ ആൻസസിൽ. ഓക്കെ. അപ്പോൾ ആൻസസ് എന്ന സോഫ്റ്റ്വെയർ ഇങ്ങനെയാണ്. നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ മുകളിലുള്ള അനാലിസിസ് കംപ്ലീറ്റ് നമ്മൾ ചെയ്യും. അതിപ്പോൾ സ്ട്രക്ചറൽ ആവാം, ഇപ്പോൾ അക്ഷയന്റെ ഫീൽഡ് പോലെ എയറോ ആവാം. എയറോയിൽ വരുമ്പോൾ നമുക്ക് ഡ്രാഗ്, ലിഫ്റ്റ്, ആ കാര്യങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ എയറോയിൽ വരുന്ന വേറെ ഒന്നാണ് കമ്പഷൻ ചേമ്പേഴ്സ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിൽ തെർമൽ അനാലിസിസ് നമ്മൾ ടെസ്റ്റ് ചെയ്യും. അതും ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ തന്നെ തെർമൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ആൻസസിനെ പറ്റി ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ബാക്കി നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കാറ്റ് സെന്ററിൽ കോൺടാക്ട് ചെയ്യും. അതിന്റെ കോൺടാക്ട് നമ്പർ നമ്മൾ ഇതിൽ വീഡിയോയുടെ ലാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. താങ്ക് യു. താങ്ക് യു.